ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന പത്തരമാറ്റ് സീരിയലിലെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ പത്തരമാറ്റിലെ വിവാഹ നിശ്ചയ ചടങ്ങുകളാണ് ഇനി നാളെയും മറ്റന്നാളായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ അനാമികയാണെങ്കിൽ പർച്ചേസ് ഒക്കെ ചെയ്ത് ഒരു ലെഹങ്ക പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ടാണ് വിവാഹ നിശ്ചയത്തിന് ഒരുങ്ങി റെഡി ആവുന്നത് കേട്ടോ. ആ സമയത്ത് നയനയും നവ്യയും കൂടിയിട്ടാണ് റെഡിയാക്കി കൊടുക്കുന്നത്. നവ്യ പെട്ടെന്ന് തന്നെ മനസ്സിൽ വിചാരിക്കേണ്ടു, ഈ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് അവക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു ആ അനാമികക്ക്. കറക്റ്റ് സമയത്ത് എങ്ങാനും വരുമോ എന്തോ എന്നൊക്കെയുള്ള ടെൻഷനാണ് നവ്യക്ക്. നവ്യയുടെ മുഖം കാണുമ്പോൾ നയന ചോദിക്കണ്ടേ, അല്ല ചേച്ചിക്ക് വളരെ ടെൻഷൻ പോലെ ഉണ്ടല്ലോ, എന്തു പറ്റി? എന്തോ പോലാത്തൊരു പേടി പോലെയൊക്കെ തോന്നുന്നു. ഞാനിതിനെ പേടിപ്പിക്കണത്? എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ആ പിന്നെ ചെറിയൊരു വിഷമമുണ്ട്, ഇവളിപ്പോ എൻ്റെ അബിയുടെയും കൂടെ അല്ലല്ലോ. അബീനെയും അബീന്റെ അമ്മേനെയൊക്കെ ഇവള് ശത്രുവിനെ പോലെയല്ലേ കാണുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും അവന്തിക പറയണ്ട്, അതെ, ശത്രുവിനെ പോലെ കാണാനേ കാരണമുണ്ട് എടുത്തി. അവര് സത്യത്തിന്റെ നീതിയുടെയും കൂടെ നിൽക്കണല്ല, ധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്നവരല്ല. അവര് ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അതായത് അധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ അമ്മയും അതുപോലെ തന്നെ എൻ്റെ ഏട്ടൻ എന്ന് പറഞ്ഞ ആളും. അതുകൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാത്തത്. പക്ഷെ എൻ്റെ മുത്തശ്ശൻ സത്യസന്ധതയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ മുത്തശ്ശന്റെ കൂടെ നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തിക ഇങ്ങനെ വീണ്ടും വീണ്ടും അഭിനയിച്ച് പൊരിപ്പിക്കുകയാണ്. അത് കാണുമ്പോൾ നയനെ വിശ്വസിക്കണ്ടേ. പക്ഷെ നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്, എടി മോളെ അവന്തിക്ക്, നിന്റെ അഭിനയം നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. നിന്റെ അഭിനയമൊക്കെ ഇന്ന് പൊട്ടിപ്പാളി സാവാൻ വേണ്ടി പോവാടി. അതിനുള്ള ഒരു കീ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും കറക്റ്റ് സമയമാകുമ്പോഴേക്കും അതിങ്ങോട്ടേക്ക് വന്നോളും എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് നവ്യ. ആ സമയത്ത് നമ്മുടെ അനാമികയാണെങ്കിൽ അച്ഛനോട് ചോദിക്കണ്ട, അച്ഛന്റെ തീരുമാനം എന്താണ്? ആ വിവാഹ നിശ്ചയം നടക്കണമെന്നാണോ വേണ്ടെന്നാണോ? എനിക്ക് തോന്നണ് ആ നവീൻ വക്കീലുണ്ടല്ലോ, നമ്മളെ വെച്ചിട്ട് അവൻ എന്തോ ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കാണ്. അവന്റെ ഉദ്ദേശം ആ നന്ദുവിനെ വിവാഹം കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് നഷ്ടപരിഹാരം കിട്ടണമെന്നോ നമ്മൾ നന്നായി പോകണമെന്നോ ഒരു ആഗ്രഹവും പോലും അവനില്ല. അതിനെ നേരത്തെ പറഞ്ഞതല്ലേ അച്ഛ. അയാളുടെ മനസ്സിൽ ആ നന്ദു മാത്രമേ ഉള്ളൂ. നന്ദുവിനെ സ്വന്തമാക്കാൻ വേണ്ടി നമ്മളെ വെറുതെ അയാൾ കരുക്കളാക്കുവാണ്. എനിക്ക് തോന്നി വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല അച്ഛാ. നമുക്ക് വലിയ രീതിയിൽ നഷ്ടപരിഹാരം കിട്ടാനും പോകുന്നില്ല. പിന്നെ എൻ്റെ ഒരു ഇത് ഊഹം ശരിയാണെങ്കിൽ ഈ വിവാഹ നിശ്ചയം 4 ആൾ അറിയണം. അവര് നാണം കെടണം. അങ്ങനെ നാണം കെട്ട് മറ്റുള്ള നാട്ടുകാരും ആ ജഡ്ജിയും വക്കീലും കോടതിയും എല്ലാം തീരുമാനിക്കണം. തെറ്റ് അനിയുടെയും അനിയുടെ മുത്തശ്ശനെയും ഈ മൂർത്തി മുത്തശ്ശനെയും ഈ ഒരു അവിടത്തുള്ള ആൾക്കാരുടെ തെറ്റുകൊണ്ടാണ് എനിക്ക്, അവിടെയുള്ള ആൾക്കാരുടെ തെറ്റ്, ഞാൻ ശരിയാണ് എന്ന് സമൂഹം വിലയിരുത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ചെയ്ത്. അത് മോള് പറഞ്ഞ ശരിയാണ്. എങ്കിൽ നമുക്ക് ആ രീതിയിൽ നീങ്ങിയാലോ? അതെ അച്ഛാ, നമുക്ക് ആ രീതിയിൽ തന്നെ നീങ്ങാം. കുറച്ച് പത്രക്കാരെയും TV-കാരെയും അതുപോലെ സമൂഹ മാധ്യമങ്ങളെ പിന്നെ പോലീസുകാരെയൊക്കെ അറിയിച്ചിട്ട് വേണം നമുക്ക് അവിടേക്ക് കയറി ചേരാൻ. അനന്തമൂർത്തിയും കുടുംബവും ഇന്നത്തോടെ നാണം കിടണം എന്ന് പറയുമ്പോഴേക്കും അതേ മോളെ, അത് നല്ലൊരു ഐഡിയ തന്നെയാണ്. അങ്ങനെ ആകുമ്പോഴേക്കും കോടതിയിൽ ഇനി ഒരു വിവാഹമോചനം എന്ന് പറഞ്ഞ് നമുക്ക് സംസാരിക്കുമ്പോഴേക്കും ഇത് നമുക്ക് മുന്നോട്ട് വെക്കാൻ, നമ്മുടെ വക്കീലിനെ മുന്നോട്ട് വെക്കാൻ നല്ലൊരു പോയിന്റും കൂടിയാണ്. അതെ അച്ഛാ, അതാ ഞാൻ പറഞ്ഞ വിവാഹ നിശ്ചയം മുടക്കണം. എങ്കിലൊരു കാര്യം ചെയ്യാം, എടി നീ വേഗം റെഡിയാവും, നമുക്ക് ഇപ്പൊ തന്നെ അനന്തമൂർത്തിയുടെ കൊട്ടാരത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാമികനെയും കൂട്ടിക്കൊണ്ട് അച്ഛനും അമ്മയും കൂടി നേരെ പോണത് അനന്തപുരിയിലേക്ക് ആട്ടോ. അപ്പൊ അവിടെയാണെങ്കിൽ വിവാഹ നിശ്ചയ ചടങ്ങുകൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. അനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. പക്ഷെ അനിയുടെ മനസ്സിൽ ഇപ്പോഴല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇപ്പോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും വിവാഹ നിശ്ചയം മുടങ്ങും. ദൈവമായിട്ട് വിവാഹ നിശ്ചയം മുടക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാക്കും എന്നൊരു വിശ്വാസമാണ് അനിക്കട്ടോ. അതേസമയം പോലീസുകാര് നമ്മുടെ ഇതിന് നന്ദുവിനെ വിവരം അറിയിക്കുന്നുണ്ട്. നന്ദുവിനോട് പറയണ്ട്, അതെ നന്ദു തന്നെ വേണം അവിടെ പോയിട്ട് ആ ഒരു വിവാഹ നിശ്ചയം നടക്കുന്ന, ആ ഒരു പരാതി കിട്ടേണ്ട വിവാഹ നിശ്ചയം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, അതായത് അനാമിക എന്ന് പറഞ്ഞ പെണ്ണായിട്ടുള്ള വിവാഹമോചനം കഴിയാതെയാണ് ഈ അനി അവന്തിക എന്ന് പറഞ്ഞ പെൺകുട്ടിനെ വിവാഹം കഴിക്കാൻ വേണ്ടി പോണത്. അപ്പൊ ആ വിവാഹ നിശ്ചയം കറക്റ്റ് ആയിട്ടുള്ള പരാതിയാണോ എന്തോ എന്നുള്ളത് നന്ദു തന്നെ പോയി അന്വേഷിക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ അന്വേഷണം എന്റെ കീഴിലായിരുന്നു. പക്ഷെ എനിക്ക് അർജന്റായിട്ടൊരു തിരക്കുണ്ട്. നന്ദുക്ക് പോകാൻ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ? ഇല്ല സർ, ഞാൻ തീർച്ചയായിട്ടും പോകാം എന്ന് നന്ദുവും വിചാരിക്കേണ്ടത്. നന്ദുക്ക് ഭയങ്കര സന്തോഷമാവട്ടോ, കാരണം വിവാഹ നിശ്ചയം മുടങ്ങാൻ പോവാണല്ലോ. അങ്ങനെ നമ്മുടെ അനാമികനെയും അച്ഛനെയും അമ്മേനെയും കൂട്ടിക്കൊണ്ട് നന്ദു നേരെ വരുന്ന അനന്തപുരി കൊട്ടാരത്തിലേക്കാണ്. അവിടെയാണെങ്കിൽ എല്ലാവരും നിരന്ന് നിൽക്കുകയാണ് വിവാഹ നിശ്ചയ ചടങ്ങ് നടത്താനായിട്ട്. അങ്ങനെ മോതിരം മാറ്റ ചടങ്ങ് നമുക്ക് നടത്താം എന്നൊക്കെ പറഞ്ഞ അനന്തമൂർത്തി എല്ലാത്തിനും പറയാണ്, മോനെ അനി
അനിയുടെ കയ്യിലുള്ള മോതിരം അവന്തിക മോളുടെ കയ്യിലും മോളുടെ കയ്യിലുള്ള മോതിരം അനിമോന്റെ കയ്യിലും ഇട്ടുകൊടുക്കണം. അതോടുകൂടി നിങ്ങളുടെ വിവാഹം പകുതി കഴിഞ്ഞു എന്ന് സങ്കല്പിക്കാം. വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, വിവാഹം ഹാഫായിട്ട് കഴിഞ്ഞു എന്ന് വേണം തീരുമാനിക്കാൻ. പിന്നെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനന്തമൂർത്തി ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അനിയാണെങ്കിൽ ഈശ്വര, വിവാഹം നിശ്ചയം മുടങ്ങാനുള്ള ഒരു വഴിയും കാണുന്നില്ലല്ലോ, മുഹൂർത്തത്തിന് സമയം ആയിക്കൊണ്ടേയിരിക്കണം, ഒരു വെറും 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. മൂർത്തി പറയണ്ട, മോൻ എന്തേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, മോതിരം അവന്തിക മോളുടെ കയ്യിലേക്ക് ഇടൂ, ആ വിരലിലേക്ക് ഇടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കണം. നവ്യാണെങ്കിൽ വരുന്നില്ലല്ലോ, ഈ വിവാഹ നിശ്ചയം ഇങ്ങനെ മുടക്കണം, കറക്റ്റ് സമയത്തെങ്കിലും വരണേ ഈശ്വര ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നവ്യ. അങ്ങനെ അനി എല്ലാവരുടെ നിർബന്ധത്തിന് വഴങ്ങി ആ ഒരു മോതിരം അവന്തികയുടെ വിരലിലേക്ക് അണിയാൻ പോകുന്ന ആ ഒരു മിനിറ്റാണ് അവിടേക്ക് നന്ദു വരുന്നത്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് വരുക കേട്ടോ. അപ്പോൾ അവിടെ കനകയും നമ്മുടെ ഗോവിന്ദനൊക്കെ ഉണ്ട് കേട്ടോ വിവാഹ നിശ്ചയത്തിന് പങ്കെടുക്കാനായിട്ട്. നന്ദു വരുന്ന കാണുമ്പോഴേക്കും എല്ലാവർക്കും ഷോക്ക് ആവാണ്. അപ്പോൾ നന്ദുവിനോട് അനന്തമൂർത്തി ചോദിക്കണ്ട, അല്ല മോളെ നീ എന്താ ഈ വേഷത്തില്, അല്ല നിശ്ചയം വിളിച്ചപ്പോൾ നീ സാധാരണ വേഷത്തിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചത്. ആഹാ കൊള്ളാലോ, പോലീസ് വേഷത്തിലാണോ മോള് വിവാഹ നിശ്ചയം കൂടാൻ വേണ്ടി വരുന്നത്? സോറി മുത്തശ്ശ, ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ്. എന്തായാലും വിവാഹ നിശ്ചയത്തിന് മോള് വന്നല്ലോ. മുത്തശ്ശ സോറി, ഞാൻ വിവാഹ നിശ്ചയത്തിന് പങ്കെടുക്കാൻ വേണ്ടി വന്നതല്ല, എനിക്കൊരു പരാതി കിട്ടിയിട്ട് വന്നതാണ്. പരാതിയോ? എന്ത് പരാതി എന്ന് നയനെ ചോദിക്കുകയാണ്. അത് പിന്നെ അനാമികയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അവളായിട്ടുള്ള വിവാഹബന്ധം നിലനിർത്തിക്കൊണ്ടിരിക്കെ തന്നെയാണ് അനി അവന്തികയുടെ വിവാഹ നിശ്ചയം നടത്താൻ പോകുന്നത് എന്നുള്ളൊരു പരാതി. അവരും എൻ്റെ കൂടെ തന്നെയുണ്ട്. എനിക്കൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് അന്വേഷിക്കണമല്ലോ മുത്തശ്ശ, അതിനെ വേണ്ടിയിട്ടാ. മുത്തശ്ശൻ ഒന്നും വിചാരിക്കല്ലേ. അനാമിക എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പൊ അനാമിക സ്ലോ മോഷനിൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നടന്നു വരും കേട്ടോ. അപ്പൊ തന്നെ ഏകദേശം കാര്യം മനസ്സിലായി എല്ലാവർക്കും, വിവാഹ നിശ്ചയം മുടങ്ങിയെന്ന്. അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട്, മൂർത്തി സാറേ ഇത് വല്ലാത്ത ചെറ്റ പണിയായി പോയിട്ടോ, എൻ്റെ മോളായിട്ടുള്ള വിവാഹ ബന്ധം വേർപെടുത്തിയിട്ട് പോലും ഇല്ല, എന്നിട്ട് ഇവരെ വേറൊരു പെൺകുട്ടിയെ, നിങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടിയായിട്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണല്ലേ. ഇതൊക്കെ നല്ലതാണോ മൂർത്തി സാറേ? മൂർത്തി സാർ നീതിയുടെ ന്യായത്തിനെ കൂടെ നടക്കുന്ന ഒരാളല്ലേ, എന്നിട്ട് ഇങ്ങനെ തെറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് നാണമില്ലേ കിളവ എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു അടി വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ അനാമികയുടെ അച്ഛൻ്റെ കവിളിലേക്ക്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, ഇത് മോശപ്പെട്ട പരിപാടി തന്നെയാണ്. അപ്പോഴേക്കും സമൂഹ മാധ്യമങ്ങളൊക്കെ വരുവാട്ടോ, കാരണം ഒരു ന്യൂസ് കിട്ടാന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് വരെ വരുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പിന്നെ ന്യൂസായിട്ടൊക്കെ ലൈവായിട്ടൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന പോലീസുകാരൊക്കെ പറയുന്നുണ്ട്, സോറി എന്തായാലും ഇതിനെതിരെ നമുക്ക് നടപടി എടുത്തേ പറ്റൂ, ഇത് മോശപ്പെട്ടൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനീനെയും മുത്തശ്ശനെയും എല്ലാവരെയും ഇതിന്റെ പേരിൽ കേസാവുന്നുണ്ട് കേട്ടോ. പക്ഷെ നന്ദു പറയണ്ട, ഒരിക്കലും ഞാൻ ഇവരെ ആരെയും ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവില്ല, പക്ഷെ ഒരു കാര്യം, ഈ വിവാഹ നിശ്ചയം ഇപ്പം നടത്താൻ പറ്റില്ല മുത്തശ്ശ, ആരെയും അറസ്റ്റ് ചെയ്യണമെന്നില്ല, അറസ്റ്റ് ചെയ്യാൻ എന്നോട് ഉത്തരവിട്ടിരിക്കുന്നത്, പക്ഷെ ഞാനത് ചെയ്യില്ല, എനിക്കത് ചെയ്യാനും സാധിക്കില്ല. അങ്ങനെ ചെയ്യുന്നൊരു അവസ്ഥ വരുവാണെങ്കിൽ ഞാൻ ഈ തൊപ്പി ഊരി വെക്കും, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ നന്ദു അറസ്റ്റൊന്നും ചെയ്യുന്നില്ല മുത്തശ്ശനെ, പക്ഷെ ആ വിവാഹ നിശ്ചയം മുടങ്ങുന്നുണ്ട്. നന്ദുവിനും ഭയങ്കര സന്തോഷമാവാണ്, അനിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവന്തികക്കാണെങ്കിൽ ദേഷ്യം കേട്ടോ, ഇത് പ്ലാൻ ചെയ്ത് വന്നതാ. ആ നന്ദു ഉണ്ടല്ലോ, അവളും ആ അനാമിക കൂടി മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് വിവാഹ നിശ്ചയം മുടക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് അവന്തിക. നവ്യക്ക് സന്തോഷമാവണ്ട, തൻ്റെ പ്ലാൻ വർക്കൗട്ടായി എന്നൊരു സന്തോഷമാണ് നമ്മുടെ നവ്യ കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്, നല്ല നല്ല എപ്പിസോഡ്സിന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.